ഹായ്, ഇത് കണ്ടോ? ഈ ആർച്ച് വഴിയായിരിക്കും നമ്മുടെ ബീൻസ് എല്ലാം ഇനി ക്ലൈംബ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. മെയിൻലി ഞാൻ ഇതിൽ കൂടെ റണ്ണർ ബീൻസാണ് ക്ലൈംബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ റണ്ണർ ബീൻസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ പൂക്കളെല്ലാം നല്ല ചുമന്ന കളറുള്ള പൂക്കളാണ്. അപ്പോൾ ഈ ആർച്ചിൽ നല്ലപോലെ ഫ്ലവറിങ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനാണ് ഈ പ്രാവശ്യം ഞാൻ ആർച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ലാസ്റ്റ് ഇയറിനേക്കാളെ കുറച്ചും കൂടി കൂടുതൽ വിത്ത് ഈ പ്രാവശ്യം ഞാൻ പാകിയിട്ടുണ്ട്, മുളച്ച് വന്നിട്ടുണ്ട്. ഈ വഴി മൊത്തം ഞാൻ ആർച്ച് അടിച്ചിട്ട് റണ്ണർ ബീൻസ് ക്ലൈംബ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഈ സാധനം കൊണ്ടത് ടീ പോസ്റ്റാണ്. ടീ പോസ്റ്റ് ഒരു 6 അടി പൊക്കമുള്ള ടീ പോസ്റ്റ് നമ്മൾ ഫെൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് ചിക്കൻ വയർ മെഷ്, കുറച്ചും കൂടെ ഗ്യാപ്പുള്ള തിക്കുള്ള മെഷ് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എനിക്കിത് ഒരു അഫോർഡബിൾ പ്രൈസിന് എനിക്ക് കിട്ടിയത്. ഇത് കുറച്ച് ബെൻഡ് ആവുന്നുണ്ട്, പക്ഷെ എന്നാലും ഇത് കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 3 സെറ്റ് ആർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും ബീൻസ് ക്ലൈംബ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആർച്ച് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രീ ടൈമൊക്കെ നോക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്താണ്. ഇത് ആക്ച്വലി ഒരു ദിവസം കൊണ്ട് ചെയ്തല്ല, ഇത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്ലൈംബ് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു, ബൈ.